അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതം പേറി പടന്നക്കാട് നിവാസികൾ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഇനിയും ഗതാഗത യോഗ്യമാക്കാത്തതാണ് ഇവരെ പലതരം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തളച്ചിടുന്നത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 27, 28, 31 വാർഡുകൾ പങ്കിടുന്ന റോഡിനാണ് ഈ ഒരു ദുരവസ്ഥ. ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുന്ന ഈ റോഡിലൂടെയുള്ള ഗതാഗതം കുഴികളും വെള്ളക്കെട്ടുമായി തീർത്തും ദുസ്സഹമായി മാറിയിരിക്കുന്നു. റോഡിൽ നിന്നും മഴവെള്ളം ഓവുചാലിൽ പോകാനുള്ള സംവിധാനമില്ലാത്തതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ഒട്ടേറെ തവണ പരാതിപ്പെട്ടിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയായും അധികൃതർ മനസ്സുവെച്ചിട്ടില്ല. പരാതികളുടെ എണ്ണം കൂടുമ്പോൾ റോഡിലെ കുഴികളിൽ മണ്ണും മറ്റുമിട്ട് കണ്ണിൽ പൊടിയുന്ന നടപടിയാണ് നാളിതുവരെയായി സ്വീകരിച്ചത്. 15 വർഷത്തോളമായി കോളേജിൽ നിന്നും ആയുർവേദ ആശുപത്രി വരെ വരുന്ന ഈ റോഡിലെ അറ്റകുറ്റപ്പണികളുടെ കാര്യം പലപ്പോഴായിട്ടും പല കൗൺസിലർമാർക്കും നമ്മൾ അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഇവിടുത്തെ വെള്ളക്കെട്ടിന് യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. വേണ്ടപ്പെട്ട ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, എത്രയും വേഗം ഈ മഴ അവസാനിക്കുന്നതിനുണ്ട്, അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാം. ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്കും സമീപത്തെ സ്കൂളിലേക്കും കോളേജിലേക്കുമെല്ലാമായി ദിനംപ്രതി നിരവധി ആളുകളാണ് ഇതുവഴി കാൽനടയായി പോകുന്നത്. ഇവർക്ക് മാത്രമല്ല, വാഹനയാത്രക്കാർക്കും റോഡ് തകർച്ച വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. പടന്നക്കാടിന്റെ സമീപ പ്രദേശങ്ങളായ ഒഴിഞ്ഞവളപ്പ്, കുറുന്തൂർ, തീർത്ഥങ്കര, കണിച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങളും ഈ റോഡിനെ വളരെയധികം ആശ്രയിക്കുന്നു. ഏറ്റവും ഒടുവിൽ കാഞ്ഞങ്ങാട് നഗരസഭ 20,000 രൂപ വകയിരുത്തി ഓവുചാലിലേക്ക് വെള്ളം ഒഴുക്കിവിടാനുള്ള പദ്ധതി തയ്യാറാക്കി കരാറുകാരനെ ഏൽപ്പിച്ചുവെങ്കിലും JCB ഉപയോഗിച്ച് ഇവിടെയുണ്ടായിരുന്ന മണ്ണ് കൊണ്ടുപോയതല്ലാതെ മഴവെള്ളം ഇപ്പോഴും റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണെന്നും പ്രദേശവാസികൾ പരിതപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.